നമ്മുടെ നാട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം നമ്മെ കാണുന്നവൾ അത് കാട്ടും നന്ദി മറക്കാമോ? പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ? ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജയദേവന്റെ ഗീതാഗോവിന്ദത്തിന് ദേവഗീത എന്ന പേരിൽ പരിഭാഷ തയ്യാറാക്കിയ മലയാള കാൽപ്പനിക കവി ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കൊട്ടെ കൃഷ്ണമാരാരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി? ഉത്തരം കലാജീവിതം തന്നെ. കൊട്ടെ കൃഷ്ണമാരാർ രചിച്ച വൃത്തശാസ്ത്ര സംബന്ധിയായ കൃതി? ഉത്തരം വൃത്തശില്പം. പുതുപ്പള്ളി രാഘവന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം വിപ്ലവ സ്മരണകൾ. ധനാഠ്യരെ ധർമ്മ വഴിക്ക് നിങ്ങൾ കാണിക്ക വയ്ക്കുന്ന മുത്തിനേക്കാൾ കൂലിപ്പണിക്കാരിവർ തന്നെ വിയർപ്പു നേർത്തുള്ളിയാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം വള്ളത്തോൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പി.കെ. ബാലകൃഷ്ണന്റെ നോവൽ? ഉത്തരം ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ? ഉത്തരം മൈ സ്റ്റോറി. എം.പി. വീരേന്ദ്രകുമാറിന് 2010 സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത സഞ്ചാര വിവരണ കൃതി ഏതാണ്? ഉത്തരം ഹൈമവത ഭൂവിൽ. എം.പി. അബ്ദുള്ളക്കുട്ടിയുടെ ആത്മകഥ? ഉത്തരം നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി. മൻമോഹൻ സിംഗിന്റെ മകൾ ദാമൻ സിംഗ് രചിച്ച പുസ്തകം? ഉത്തരം ദ സീക്രട്ട് ഗ്രോവ്. മധുരാപുരി, ഭീമസേനൻ, മായാമുരളി എന്ന പ്രസിദ്ധമായ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം കുലപതി കെ.എം. മുൻഷി. വി.എസ്. ഖണ്ടേക്കർ രചിച്ച യയാതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം പി. മാധവൻ പിള്ള. നരേന്ദ്രപ്രസാദ് രചിച്ച നാടകം? ഉത്തരം സൗപർണിക. ചിത്രമെഴുത്തു തമ്പുരാന്റെ കഥ രാജാ രവിവർമ്മ എന്ന നോവലിലൂടെ ആഖ്യാനം ചെയ്തത് ആരാണ്? ഉത്തരം രഞ്ജിത്ത് ദേശായി. പുസ്തകത്തോളം നല്ല ഒരു ഗൃഹോപകരണമില്ല ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സിഡ്നി സ്മിത്ത്. സ്വന്തം താല്പര്യങ്ങൾക്കായി ചെകുത്താനും വേദമോദും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഷേക്സ്പിയർ. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടിയ ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. ഇത് ആരുടെ വരികളാണ്? ഉത്തരം എ. അയ്യപ്പൻ. ദി ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? ഉത്തരം ഫയദോർ ദസ്തയോവസ്കി. ഹെർക്യൂൾ പൊയ്റോട്ട് എന്ന വിഖ്യാത കുറ്റാന്വേഷകന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം അഗത ക്രിസ്റ്റി. മേഘ സന്ദേശത്തിന് മേഘഛായ എന്ന പേരിൽ തർജ്ജമ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. തമിഴ് മഹാകവി ഭാരതിദാസന്റെ യഥാർത്ഥ നാമധേയം എന്താണ്? ഉത്തരം സുബരത്നം. കേശവീയ മഹാകാവ്യത്തിന്റെ ഇതിവൃത്തം? ഉത്തരം ശ്യാമന്തകം കഥ. വള്ളത്തോളിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ മാസിക? ഉത്തരം ആത്മപോഷിണി. ഏത് സംസ്കൃത നാടകത്തിന്റെ അവതരണത്തിലാണ് പറക്കും കൂത്ത് ഉള്ളത്? ഉത്തരം ഹർഷകന്റെ നാഗാനന്ദം. മലയാളത്തിലെ ആദ്യകാല ഉപന്യാസ സമാഹാരമായ മംഗളമാല പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. സംഗീതസാരം എന്ന സംഗീത ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മാതംഗമുനി. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീത ശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് പ്രസിദ്ധമായ പഞ്ചരത്ന കീർത്തനങ്ങൾ രചിച്ചത്? ഉത്തരം ത്യാഗരാജ സ്വാമികൾ. 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ്? ഉത്തരം സി.വി. ചന്ദ്രശേഖർ. 2019 സരസ്വതി സമ്മാൻ ജേതാവ്? ഉത്തരം വാസുദേവ് മോഹി. ചെക്ക് ബുക്ക് എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക.
2019 പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം നെടുമുടി വേണു. പവിഴമല്ലികൾ പൂക്കുമ്പോൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തസ്ലീമ നസ്രിൻ. പന്ത് പറഞ്ഞ കിസ്സ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MM ജാഫർ ഖാൻ. മലയാളത്തിലെ ആദ്യകാല സിനിമാ മാസികയായ ഫിലിം നാദത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം CV വാസുദേവ പിള്ള. ഏഴു ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം താരാശങ്കർ ബന്ധോപാധ്യായ. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം VT നന്ദകുമാർ. കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. ശ്രീകൃഷ്ണ കഥ പ്രതിപാദിക്കുന്ന കൃഷ്ണായനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തുളസി കോട്ടുക്കൽ. മലയാളത്തിലെ ആദ്യത്തെ ഹിന്ദി മലയാളം നിഘണ്ടുവിന്റെ കർത്താവ്? ഉത്തരം അഭയദേവ്. രമണൻ എന്ന കൃതി രചിക്കാൻ ചങ്ങമ്പുഴിയെ പ്രേരിപ്പിച്ച കൃതി? ഉത്തരം ഷെപ്പേർഡ് കലണ്ടർ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? ഉത്തരം സ്വർഗദൂതൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ഉത്തരം തൃശൂർ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 ഒക്ടോബർ 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം മലയാണ്മയുടെ സർഗകവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം സുഗതകുമാരി. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം MT വാസുദേവൻ നായർ. ലോകസഭ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം P പത്മരാജൻ. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം പ്രളയാക്ഷരങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിശദ വിവരമടങ്ങിയ പുസ്തകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഡേറ്റ ബുക്ക്. ഇരയിമ്മൻ തമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിക്ക് ഇങ്ങനെയും ഒരു നാമമുണ്ട്. എന്താണ് ആ പേര്? ഉത്തരം രവിവർമ്മൻ തമ്പി. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വൃത്താന്ത പത്രപ്രവർത്തനം. ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രമുള്ളത്? ഉത്തരം പൂതപ്പാട്ട്. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം VV അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം പാറമേക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കര മേനോൻ എഴുതിയത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ. ചിത്രയുഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ.